നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാം ചേര സാമ്രാജ്യ കാലഘട്ടത്തിലെ ഭരണവും സമൂഹവും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ മഹോദയപുരത്തെ പെരുമാക്കൾസിനെ പറ്റി, പെരുമാക്കൾ രാജാക്കന്മാരെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾക്ക് ടോപ്പിക്കിലേക്ക് വരാം. കുലശേഖരരുടെ കീഴിലുള്ള ഭരണവും സമൂഹവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇനി ഈ കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ കേരള ചരിത്രത്തിലെ സുവർണ യുഗം അല്ലെങ്കിൽ സുവർണ കാലഘട്ടം എന്നാണ് സെക്കൻഡ് ചേര എംപയർ അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ കാലഘട്ടത്തെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്തെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് ഭരണത്തിനായിട്ട് വിഭജിച്ചിരുന്നു. സാമ്രാജ്യം പിന്നീട് നാടുകളായിട്ടും, നാടുകളെ ദേശങ്ങളായിട്ടും, ദേശങ്ങളെ കരകളായിട്ടും വിഭജിച്ചിരുന്നു. അപ്പൊ സാമ്രാജ്യം, അതിന് താഴെ നാട്, നാടിന് താഴെ ദേശം, ദേശങ്ങൾക്ക് താഴെ കര അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പറയുന്ന പഞ്ചായത്ത്. അപ്പൊ ഇതിന്റെ എല്ലാം ഭരണാധികാരിയായിട്ട് ഒരേ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്, അത് പെരുമാളാണ്. പെരുമാൾ എന്നുള്ള ഈ ഒരു പദവി പൊതുവില് കോമൺ ആയിട്ട് ഈ രാജാക്കന്മാര് സ്വീകരിച്ചിരുന്ന ഒരു പേരാണ്. പെരുമാളായിരുന്നു രാജാവ്. ഇനി ഇവിടെ പിതൃവംശ പരമ്പരാഗത അവകാശ രീതിയാണ്. അതായത് അച്ഛന് ശേഷം മക്കൾ അല്ലെങ്കിൽ മൂത്ത മകൻ ആണ് അടുത്ത അധികാരി എന്നുള്ള പിതൃവംശ പരമ്പര അവകാശ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പെരുമാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെയായിരുന്നു നിയമത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും തലവനായിട്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ പ്രാദേശിക ഭരണം, അതിന്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്കറിയാം, രാജ്യങ്ങളെ നാടുകളായിട്ട് എന്ത് ചെയ്തിരുന്നു, തിരിച്ചിരുന്നു. നാടുകളിൽ ഭരണം നടത്തിയിരുന്നത് നാടുവാഴികളായിരുന്നു. അപ്പം രാജാവിന്റെ കീഴിലുള്ള തൊട്ടടുത്ത പ്രദേശമാണ് നാടുകൾ, അതിന്റെ ഭരണമാണ് നാടുവാഴികൾ നടത്തിയിരുന്നത്. ഈ നാട് പ്രദേശത്ത് നിന്ന് പ്രതിനിധികള് എവിടെ ഉണ്ടായിരുന്നു? യെസ്, ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിലും ഉണ്ടായിരുന്നു. അപ്പം അവരറിയപ്പെട്ടിരുന്നത് കൊയിലാധികാരികൾ എന്നാണ്. കൊയിലാധികാരികൾ അല്ലെങ്കിൽ പ്രവിശ്യ പ്രതിനിധികളാണ്. അതായത് ഓരോ നാടിലും രാജാവ് അയച്ചിരുന്ന, അപ്പോയിന്റ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് കൊയിലാധികാരികൾ. അവർ ഓരോ നാട്ടിലും ഉണ്ടായിരുന്നു. ഇനി 300 600 എന്നൊക്കെ പറയുന്നത് അതെന്തായിരുന്നു? അത് പ്രാദേശിക ഭരണത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട സഭകളായിരുന്നു. 300 600 പ്രാദേശിക സഭകളായിരുന്നു. ഇനി നാടുകൾ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഡിവിഷൻ എന്ന് പറയുന്നത് ദേശവാഴികളാണ്. നാടുകൾക്ക് താഴെയായിരുന്നു ദേശങ്ങൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നാടുകളെ ദേശങ്ങളായിട്ട് എന്ത് ചെയ്തു, വിഭജിച്ചിരുന്നു. ദേശങ്ങളുടെ തലവനായിരുന്നു ദേശവാഴി. ഈ ദേശങ്ങളെ പിന്നീട് കൂട്ടങ്ങളായിട്ട് എന്ത് ചെയ്തു, വിഭജിച്ചിരുന്നു. ഈ ദേശങ്ങളില് കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലിയാണ്, ഒരു സഭയാണ്. ഈ കൂട്ടങ്ങൾക്ക് ദേശവാഴികളെ നിയന്ത്രിക്കാനായിട്ട് കഴിയുമായിരുന്നു. അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ദേശവാഴികൾ പ്രവർത്തിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതായത് ദേശവാഴികൾ കൂട്ടങ്ങൾ എന്നറിയപ്പെടുന്ന സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നവരായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ദേശങ്ങളെ പിന്നീട് കരകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകളായിട്ട് എന്ത് ചെയ്തിരുന്നു, ഡിവൈഡ് ചെയ്തു. അപ്പൊ കരകള് ഭരിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഇങ്ങനെയായിരുന്നു
പ്രാദേശിക ഭരണത്തിന്റെ ഘടന ഉണ്ടായിരുന്നത്. ഏത് കാലഘട്ടത്തില്? രണ്ടാം ചേര സാമ്രാജ്യ കാലഘട്ടത്തിൽ. ഇനി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു മേഖലയാണിത്. എന്താണ്? അധികാരി, എക്സിക്യൂട്ടീവ് ഹെഡാണ് അല്ലെ, ഭരണത്തിന്റെ ഏറ്റവും അല്ലെങ്കിൽ രാജാവിന് താഴെയുള്ള ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് അല്ലെ. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് പടനായകൻ അല്ലെങ്കിൽ സേനാപതി, കമാൻഡർ ഇൻ ചീഫ് ആണ് പടനായകൻ. മറ്റൊരു ഉദ്യോഗസ്ഥനാണ് തിയമാഴ്വാൻ. തിയമാഴ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ, പോലീസ് ഉദ്യോഗസ്ഥൻ. ഇനി റവന്യൂ അല്ലെങ്കിൽ വരുമാനം എങ്ങനെയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്, വരുമാനം ഏതൊക്കെ രീതിയിലായിരുന്നു ലഭിച്ചിരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നോക്കാം. ചില ടേമുകളുണ്ട്. പദവാരം അല്ലെങ്കിൽ പടവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കരമാണ്, ലാൻഡ് ടാക്സ്. തലൈക്കനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ നികുതിയാണ്, തൊഴിൽ നികുതി. ഏണിക്കണം, ഏണിക്കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവേണിയുടെ മേലിൽ ചുമത്തിയിരുന്ന നികുതിയാണ് ഏണിക്കണം. പൊളിപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അത് വിൽപ്പന നികുതിയായിരുന്നു. മേനിപ്പന്നുണ്ട്, അതെന്താണ്? മേനിപ്പൻ എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. അതായത് സ്വർണ്ണാഭരണം ധരിക്കുന്നതിന് നികുതി കൊടുക്കണമായിരുന്നു, അതാണ് മേനിപ്പൻ. മറ്റൊന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു ടാക്സ് ആയിരുന്നു, നികുതിയായിരുന്നു ആൾക്കാശ്. അത് അടിമ നികുതിയായിരുന്നു. ആൾക്കാശ് അടിമകളുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയായിരുന്നു ആൾക്കാശ്. അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന വരുമാന മാർഗം. ഇനി സൈന്യം എങ്ങനെയായിരുന്നു നോക്കുകയാണെങ്കിൽ ചേരാസിന്റെ കാലഘട്ടത്തില് കരസേനയും ഒരു നാവികസേനയും നിലനിർത്തിയിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വ്യാപാര ബന്ധത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില തുറമുഖങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതില് കാന്തല്ലൂര്, വിഴിഞ്ഞം, കൊയിലോൺ അല്ലെങ്കിൽ കൊല്ലം, മുച്ചിരി അല്ലെങ്കിൽ മുസ്രീസ്, സൊപ്പാര, ഇതൊക്കെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നത്. കാന്തല്ലൂർ, വിഴിഞ്ഞം, കൊയിലോൺ, മുച്ചിരിയൊക്കെ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു. സൊപ്പാര നമുക്ക് ഗുജറാത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശമായിരുന്നു. പ്രധാനപ്പെട്ട വ്യാപാര സംഘങ്ങളും ഈ കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു നോക്കുകയാണെങ്കിൽ മണിഗ്രാമം, അഞ്ചുവണ്ണം, നാനാദേശികർ, വളഞ്ചിയർ തുടങ്ങിയവയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട വ്യാപാര സംഘങ്ങളായിരുന്നു. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ പറ്റി പഠിക്കുമ്പോൾ സമൂഹം ഒരു ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹമായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ബ്രാഹ്മണന്മാരുടെ വരവോടുകൂടി ബ്രാഹ്മണ ഭക്തി പ്രസ്ഥാനം തെക്കേ ഇന്ത്യയിൽ വളരെ ശക്തമായി തീർന്നു. വൈഷ്ണവ ശൈവ ക്ഷേത്രങ്ങൾ അതിനെ തുടർന്നു തെക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ടും നിർമ്മിക്കപ്പെട്ടു. അതില് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും നല്ല ക്ഷേത്രങ്ങളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ടിയൂർ, തൃശൂർ, തിരുവഞ്ചിക്കുളം തുടങ്ങിയ ശിവക്ഷേത്രങ്ങളും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, തിരുവല്ല തുടങ്ങിയ വൈഷ്ണവ ക്ഷേത്രങ്ങളും ഈ കാലഘട്ടത്തിലായിരുന്നു നിർമ്മിക്കപ്പെട്ടത്. അതായത് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ശിവക്ഷേത്രങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടത്. ഈ ക്ഷേത്രങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അതായത് ഈ കാലഘട്ടത്തിലെ കേരളത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ടായിരുന്നു ഈ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ക്ഷേത്രങ്ങൾക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനം ഉണ്ടായിരുന്നു ഈ വൈഷ്ണവ ശിവ ക്ഷേത്രങ്ങൾക്ക്.
അപ്പൊ ക്ഷേത്ര ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്, ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ്. അപ്പൊ മുൻപ് പറഞ്ഞ പ്രകാരം സമൂഹത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ക്ഷേത്രങ്ങൾ വളരെ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു മൂഴിക്കുളം കച്ചം എന്ന് പറയും. കച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങളായിരുന്നു. അതായത് ക്ഷേത്ര ഭരണത്തിന് കർശന നിയമങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയിരുന്ന ഒരു നിയമമാണ് മൂഴിക്കുളം കച്ചം. അത് വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് മൂഴിക്കുളം കച്ചം ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിന് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ഈ ഭൂമി എങ്ങനെ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിക്കണം, ആ കർഷകരെ എങ്ങനെ നിയന്ത്രിക്കണം, അതിനെ തുടർന്നുള്ള വളരെ പ്രധാനപ്പെട്ട കർശന നിയമങ്ങളായിരുന്നു മൂഴിക്കുളം കച്ചത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ക്ഷേത്രഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഭയുണ്ടായിരുന്നു. ഈ സഭയില് അംഗങ്ങളായിരുന്നവര് ബ്രാഹ്മണരായിരുന്നു. സഭായർ എന്നായിരുന്നു അവരെ അറിയപ്പെട്ടത്. ക്ഷേത്ര ബ്രാഹ്മണ സഭയെ നമുക്ക് വ്യത്യസ്ത കൂട്ടങ്ങളായിട്ട് മനസ്സിലാക്കാം. ഈ കൂട്ടങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ബ്രാഹ്മണന്മാരായിരുന്നു ഈ സഭയിലുണ്ടായിരുന്നത്. അപ്പൊ ഇവര് ആണ് സഭയെ എന്ത് ചെയ്തിരുന്നത്, നിയന്ത്രിച്ചിരുന്നത്. കൊയിലാധികാരികളെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. നാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്ന രാജാവിന്റെ പ്രതിനിധികളായിരുന്നു. ഇവർക്കും ഈ ക്ഷേത്ര ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു. ഇനി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന് വളരെയധികം ഭൂമി ലഭിച്ചു. ഈ ഭൂമി ക്ഷേത്രം നേരിട്ട് കൃഷി ചെയ്യുന്ന രീതിയില്ലായിരുന്നു. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ അധികാരികൾ അല്ലെങ്കിൽ സഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആരായിരുന്നു? അവര് ബ്രാഹ്മിൺസ് ആയിരുന്നു. അപ്പൊ അവരറിയപ്പെട്ടിരുന്ന ക്ഷേത്രത്തിന്റെ അധിപതികൾ അല്ലെങ്കിൽ ക്ഷേത്രാധിപർ എന്നറിയപ്പെട്ടിരുന്നത് ഊരാള വിഭാഗമായിരുന്നു. അപ്പം ക്ഷേത്രത്തിന്റെ ഭൂമി സ്വാഭാവികമായിട്ടും ആരുടെ കയ്യിലായിരുന്നു? ഊരാളാസ് അല്ലെങ്കിൽ ബ്രാഹ്മിൺസിന്റെ കയ്യിലായിരുന്നു. ഈ ഊരാളർ നേരിട്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്യാതെ ഈ ഭൂമി ആരെ കൊണ്ട് കൃഷി ചെയ്യിക്കും? കാരാളർ എന്ന് പറയുന്ന കർഷകരെ അല്ലെങ്കിൽ ടെനൻസിനെ കൊണ്ട് കൃഷി ചെയ്യിക്കും. കാരാളർ അവരുടെ ഭൂമിയിൽ പണിയാളരെ തൊഴിലിന് വേണ്ടി വെക്കുകയും അങ്ങനെ ഈ ഭൂമിയെല്ലാം കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പൊ പണിയാളർ എന്ന് പറയുന്നത് കർഷക തൊഴിലാളികളായി. അപ്പൊ ശരിക്കും ഈ കാരാളർ വിഭാഗത്തിൽ ഉണ്ടായിരുന്നവര് നായന്മാർ വിഭാഗം ഉണ്ടായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈഴവ വിഭാഗം ഒക്കെ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നായർ വിഭാഗം ഈ ക്ഷേത്ര ബന്ധങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ക്ഷേത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കായിരുന്നു സമൂഹത്തില് സാംസ്കാരിക മേഖലയിൽ വഹിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാവുന്ന പോലെ തന്ത്രി, മേൽശാന്തി, കീഴ്ശാന്തി ഇവരൊക്കെ ക്ഷേത്രത്തിന്റെ ആചാരപരമായിട്ടുള്ള സേവകരായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് പൊതുവാളായിരുന്നു. ക്ഷേത്രത്തിന്റെ ദൈനംദിന ഭരണ സംവിധാനം നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ നടത്തിയിരുന്ന പൊതുവാളായിരുന്നു. വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ റവന്യൂ, ക്ഷേത്രത്തിന്റെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. ക്ഷേത്ര വരുമാനം കൈകാര്യം ചെയ്തിരുന്നതായിരുന്നു വാര്യർ. അപ്പൊ ഈ പൊതുവാളിനും വാര്യർക്കും ഈ രണ്ടു പേർക്കും ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് ഭൂമി ലഭിച്ചു. ഈ ഭൂമി അറിയപ്പെടുന്ന പേരാണ് വിരുത്തി ഭൂമി. വിരുത്തി. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങള് വേദപഠനശാലകളും കൂടെ ആയിരുന്നു, അല്ലെ? അപ്പൊ അവിടെ വേദ പണ്ഡിതരുണ്ടായിരുന്നു. അവരറിയപ്പെട്ടിരുന്ന പേരാണ് ചാത്തിരർ. വേദ പണ്ഡിതരായിരുന്നു. അതുപോലെ തന്നെ ഭട്ടർ എന്നറിയപ്പെട്ടിരുന്ന ആരായിരുന്നു? വേദ അധ്യാപകരായിരുന്നു ഭട്ടർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു.
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭൂമി ഉണ്ടായിരുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ കണ്ടു. സ്വാഭാവികമായിട്ടും ബ്രഹ്മസ്വം ഭൂമി ഉണ്ടായിരുന്നു. ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൺസിന്, ഒരു കൂട്ടം ബ്രാഹ്മിൺസിന് ലഭിച്ചതോ ആയ ഭൂമിയായിരുന്നു ബ്രഹ്മസം ഭൂമി എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മസം ഭൂമിയും ഈ ക്ഷേത്രഭൂമി പറഞ്ഞതുപോലെ തന്നെ ബ്രാഹ്മണന്മാര് കാരാളർക്ക് എന്ത് ചെയ്തു, പാട്ടത്തിന് അല്ലെങ്കിൽ നിശ്ചിതമായിട്ടൊരു വാടകയ്ക്ക് പാട്ടത്തിന് നൽകി കൃഷി ചെയ്യിപ്പിച്ചു. ദേവസ്വം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് നൽകിയ ഭൂമിയാണ്. ഈ ഭൂമിയും കാരാളർക്ക് നൽകിയിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഊരാള കാരാള ബന്ധം ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു ഈ കാലഘട്ടത്തിൽ. ഏറ്റവും താഴെയായിരുന്നു തൊഴിലാളികളെ, പണിയാളർ. ഇനി മൂന്നാമതുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭൂമിയാണ് ചേരിക്കൽ ഭൂമി. രാജാവിന്റെ അല്ലെങ്കിൽ നാടുവാഴിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലുള്ള ഭൂമിയായിരുന്നു ചേരിക്കൽ ഭൂമി എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു ഈ കാലഘട്ടത്തില് കേരളത്തിലെ സംസ്കാരവും സമൂഹവും മുന്നോട്ട് പോയത് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പൊ തുടക്കത്തില് നമ്മള് രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ മഹോദയപുരത്തെ ഭരണ സംവിധാനത്തെ നോക്കി. അതിനുശേഷം ഈ കാലഘട്ടത്തില് കേരളം ഒരു ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ പറ്റി, അവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളെ പറ്റി, ഭൂമിയെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.